വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഈ ആഴ്ച എന്തെങ്കിലും യൂട്യൂബ് വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചപ്പോൾ ഐ തോട്ട് ഓഫ് വ്ലോഗിങ് മൈ ഡേയ്സ്. പക്ഷെ അതെന്ത് വ്ലോഗ് ചെയ്യണമെന്നൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ തോട്ട് ഓഫ് വ്ലോഗിങ് ഇന്ന് ഫ്രൈഡേ ആക്ച്വലി. ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചെന്ന വ്ലോഗ് ചെയ്യാം. ആക്ച്വലി ഇപ്പോൾ 12 അല്ല, ഇപ്പോൾ 1:30 ആയി, ദിവസം പകുതി തീർന്നു. അപ്പോൾ ഇന്നും നാളെ എനിക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നേ തന്നെ തുടങ്ങാം. കാരണം നാളെ തുടങ്ങാൻ നടക്കില്ല. നാളെ എനിക്ക് വീട്ടിൽ പോകണം. പിന്നെ എനിക്കൊരു ഇവൻ്റ് പോലെ ഒരു ഹൈ ടീ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവത്തിലേക്ക് പോകുന്നത്. ആക്ച്വലി an ഏജൻസി കോണ്ടാക്റ്റഡ് മീ ഫോർ ദിസ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഹൈ ടീ ആണ്, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ വരുന്നുണ്ട്. കെവാ ബോക്സ് എന്ന് പറഞ്ഞ ജ്വല്ലറി ബ്രാൻഡ്, നിങ്ങൾ ഫോറം മോളിൽ പോയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഏറ്റവും മേളിലായിട്ടാണ് ജ്വല്ലറി ബ്രാൻഡ്, ബ്ലൂ കളറൊക്കെ. അപ്പോൾ അവരുടെ ടെന്നീസ് ബ്രേസ്ലെറ്റ് കളക്ഷൻ ആണെന്നാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് അങ്ങനെ എന്തോ ഒരു ഇവന്റ് അവർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഐ വോണ്ട് ടു അറ്റൻഡ് ദാറ്റ് ടുമോറോ. അതൊരു 3 മണിക്കാണ്. അപ്പോൾ നാളെ രാവിലെ എന്താ പറയുക, ഇറ്റ് വിൽ ബി എ മെസ് ഓബിയസ്ലി. എനിക്ക് കൊച്ചിയിൽ പോകണം, വീട്ടിൽ പോകണം, എന്നിട്ട് അവിടെ നിന്ന് വേണം ഇവൻറ്റിൽ പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാം കൊണ്ടും നാളെ മെസ്സി ആയിരിക്കും. സോ ഐ തോട്ട് ഓഫ് വ്ലോഗിങ് ഫ്രം ടുഡേ ഇറ്റ് സെൽഫ്. സോ ടുഡേ ഈസ് ഫ്രൈഡേ ആൻഡ് ഇറ്റ്സ് എ വീക്കെൻഡ്. ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദ വീക്കെൻഡ്. എനിക്കറിയില്ല എന്താന്ന്. പിന്നെ എന്താണ്, ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോവും. അതിന് മുമ്പ് കുറച്ച് വർക്ക്സൊക്കെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കണമായിരുന്നു. പ്ലസ് സൈഡിൽ കൂടി ഞാൻ എൻ്റെ സീരീസ് കാണുമായിരുന്നു. ദിസ് ഇസ് ദ സീരീസ് കറൻ്റ്ലി ഐ എം വാച്ചിങ്. ഹൗസ് എന്ന് പറഞ്ഞൊരു സീരീസ്. ഇറ്റ്സ് എ മെഡിക്കൽ ഡ്രാമ ഐ വിൽ സേ. അപ്പോൾ ഇറ്റ്സ് എ മെഡിക്കൽ ഡ്രാമ. എനിക്ക് മെഡിക്കൽ ഡ്രാമകൾ പൊതുവേ അങ്ങനെ ഇഷ്ടപ്പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഗ്രേസ് അനാറ്റമിയൊക്കെ ഞാൻ കുറച്ചധികം സീസൺ കണ്ടിട്ട് പിന്നെ നിർത്തിക്കാം. കാരണം Grey's Anatomy is too much drama, I felt like it. But House is not that much drama. ഓരോ ദിവസം ഓരോ കേസസ് ആയിരിക്കും അയാൾക്ക്. അങ്ങനെ അയാൾ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നുള്ളൊരു ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നത്തിങ് ലൈക്ക് Grey's Anatomy. അത് ഫുൾ ഡ്രാമ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ നമുക്ക് കുറച്ചൊരു നോളജബിൾ ആയിരിക്കും എന്ന് എനിക്ക്. നോളജബിൾ ഫോർ മീ ഇൻ ദ സെൻസ്, എന്ത് ചെറിയ കാര്യം വന്നാലും അയ്യോ അത് ഇതായിരിക്കും, അത് അങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിക്കും. ദാറ്റ്സ് സംതിങ് എൽസ്. പക്ഷെ എനിക്കിത് ഇഷ്ടമാണ് കാണാൻ. അപ്പം ദാറ്റ് ഈസ് ദെയർ. അതാണ് ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ രാവിലെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു. ഞാൻ ഇന്നലെ ജിമ്മിൽ പോയി തുടങ്ങി. അല്ല, മിനിഞ്ഞാന്ന് ആക്ച്വലി ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയത്. ഇറ്റ്സ് എ 3rd ഡേ ഐ എം ഗോയിങ് ദിസ് വീക്ക്. ഇറ്റ് ഈസ് ലൈക്ക് വാവ്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പോയെന്ന്. ഇന്ന് ഫ്രൈഡേ അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ജിമ്മ് തുടങ്ങി. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് ഞാൻ ജിമ്മുള്ളതുകൊണ്ടാണ് ഞാൻ ജിമ്മ് നാളെയും കൂടി ജസ്റ്റ് തുടങ്ങിയുള്ളൂ. സൺഡേ എന്തായാലും അവധിയാണ്. അപ്പോൾ സാറ്റർഡേയും കൂടി പോയാൽ കുറച്ചും കൂടി എനിക്ക് കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല. അത്രയും വേദന. എനിക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല, കിടന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവം ശരിയാവാൻ വേണ്ടി, കാലൊന്ന് ശരിയാവാൻ വേണ്ടി നാളെയും കൂടി പോയാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഗെയിം ഒരു 2 ദിവസം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ മൺഡേ പോകുമ്പോൾ ഐ ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ. സോ അതുകൊണ്ട് മാത്രമേ ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നത്, നാളെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ സോ ദിസ് ഇസ് മൈ ലഞ്ച്. 2 ചപ്പാത്തി, 4 പനീർ പീസും പനീർ കറിയും. പിന്നെ ഇത് തൈരാണ് കേട്ടോ, നല്ല കട്ടി തൈര്. മറ്റേ മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ യോഗമായിട്ട് നമുക്ക് കിട്ടില്ലേ, ഇങ്ങനൊരു കപ്പിലായിട്ട്. ഇതിന്റെ മുകളിൽ കുറച്ച് ചാട്ട് മസാലയൊക്കെ ഇട്ടെടുത്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. കാരണം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ കൂടിയപ്പോൾ ഞാൻ ലഞ്ച് അത് തന്നെ കഴിക്കാമെന്ന്. ഹെൽത്തി ബ്രേക്ക് അല്ല ലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പാരഗണിലാണ് കേട്ടോ പോയത്. അവിടുത്തെ അൽഫാം ഇഷ്ടമാണ്. പിന്നെ ഈ കാന്താരി ഗ്രിൽ ഫിഷ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. നല്ലൊരു സ്റ്റാർട്ടറാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ പോകും. പിന്നെ മെയിൻ ഡിഷായിട്ട് ഓർഡർ ചെയ്ത അൽഫാമാണ്. ഇവിടുത്തെ അൽഫാമിൻ്റെ പ്രത്യേകതൻ്റെ കൂടെ ഹമസാണ് കേട്ടോ കിട്ടുന്നത്. മയോണൈസും കിട്ടും, പക്ഷെ ഹമസാണ് ഭയങ്കര ടേസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഡെസേർട്ടായിട്ട് ഡ്രസ്ലെഷസ്. പിന്നെ വീട്ടിൽ വന്ന് ജിമ്മിൽ പോയതിൻ്റെ കാലുവേദന നല്ലോണം ഉള്ളതുകൊണ്ട് ഈ ഹോട്ട് ബാഗ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതും വെച്ച് എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത് കളിയാണ്. ഞാൻ കളി കാണാറില്ല, എന്നാലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നോക്കും.
ഇത് നെക്സ്റ്റ് ഡേയിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഞാൻ പൂരിയാണ് ഉണ്ടാക്കിയത്. ഗോകുലിന് പൂരി ഉണ്ടാക്കി, എനിക്ക് ചപ്പാത്തി. എനിക്ക് പൂരി ഇഷ്ടമാണ് കഴിക്കാൻ, പക്ഷേ രാവിലെ തന്നെ ഇങ്ങനെ എണ്ണ പലഹാരം കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കഴിച്ചില്ല. പിന്നെ പൂരിയും പിന്നെ തലേദിവസത്തെ പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്, പൂരിയും പനീർ ബട്ടർ മസാലയും. സോ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ കുറച്ച് തണ്ണിമത്തങ്ങ ഞാൻ രാവിലെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇതുണ്ടെങ്കിൽ കുറച്ചൊന്ന് വിശക്കുമ്പോൾ എടുത്തൊന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു പകുതിയല്ല, അപ്പോഴേക്കും നമ്മുടെ വയറൊന്ന് ഫുള്ളാവും. ആൻഡ് ഇറ്റ്സ് എ വെരി ഹെൽത്തി സ്നാക്ക്. കാലറീസ് ഒന്നും അങ്ങനെ അത്ര ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചാലും അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കും. ഇതിൽ പ്രത്യേകിച്ച് മധുരമൊന്നും ഉണ്ട്, ജസ്റ്റ് അതിട്ടങ്ങ് അടിച്ച് മാത്രം മതി. അത് കുടിക്കുമ്പോൾ തന്നെ ഒന്ന് വയറൊക്കെ ഒന്ന് നിറയും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പാത്രങ്ങളിൽ, ഇത് നെസ്റ്റേഷ്യയിൽ നിന്ന് മേടിച്ച പാത്രങ്ങളാണ്, ചില്ലിൻ്റെ പാത്രങ്ങൾ. അപ്പോൾ അതിലാക്കി എടുത്തിങ്ങനെ വെക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ സ്നാക്ക്. പിന്നെ ഞാൻ നേരെ കൊച്ചിയിലേക്ക് വിട്ടോ. ഞാനൊരു യൂബർ ബുക്ക് ചെയ്തു. ഇതാണ് എൻ്റെ കോലം. ഞാൻ പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു സൺസ്ക്രീൻ ഇട്ടിട്ടാണ് കൊച്ചിയിലേക്ക് പോയത്. കാരണം അവിടെ ചെന്നിട്ടുന്നൊരു ഇവൻ്റ് ഉണ്ട്. ഇത് സാറ്റർഡേ ആണ്. അപ്പോൾ ആ ഇവൻറ്റിന് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി റെഡിയായി. ഈ ഡ്രസ്സ്, ഒരു ഷർട്ടും പാൻറ്റും ആയിട്ടത്. ഇത് സ്റ്റുഡിയോന്ന് മേടിച്ചത്. അങ്ങനെ ഞാൻ ഫോറം മോളിലെത്തി. ഫോറം മോളിൽ ഏറ്റവും മുകളിൽ മറ്റേ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ അടുത്ത് കെവാ ബോക്സ് എന്ന് പറഞ്ഞ് ജ്വല്ലറി ബ്രാൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഡെയിലി വെയർ ഇങ്ങനെ അങ്ങനത്തെ ടൈപ്പ് ജ്വല്ലറീസ് ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഒരു ടെന്നീസ് കളക്ഷൻ ലോഞ്ച് ഉണ്ട്, അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ എന്നെ ഇൻവൈറ്റ് ചെയ്തു, അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് അവരുടെ ടെന്നീസ് കളക്ഷൻ. ഇതൊരു ഫേമസ് ഇൻഫ്ലുവൻസർ ആൻഡ് ആക്ട്രസ്സാണ് ഇത് ലോഞ്ച് ചെയ്തത്. വഫ ഖദീജ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നത്. ദിസ് ഇസ് ദ ടെന്നീസ് ബ്രേസ്ലെറ്റ്. ഞാൻ പൊതുവേ ടെന്നീസ് ബ്രേസ്ലെറ്റ്സാണ് കണ്ടത്, ടെന്നീസ് നെക്ലെസസ് ഒക്കെ അവർ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ, ഞാനും രേഷ്മ ഉണ്ടായിരുന്നു, പന്തലിലേക്ക് വിട്ടു. അടുത്ത മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടി. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കിടക്കണേ ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് എന്തായാലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് സമയം കിട്ടിയപ്പോൾ ഒരു 4-4:30 ആയപ്പോൾ റാപ്പായി അവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഞങ്ങളത് എത്തി. അങ്ങനെ പന്തലിലെ ഈസ്തറ്റിക്ക് തന്നെ നല്ല രസമുണ്ട്. ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, 2 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. ഇപ്പോഴേക്കും അത് നല്ല, ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഏരിയയിലും ഫുള്ളിങ്ങനെ ക്രീപ്പേഴ്സും അതൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടോ. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്, ഇപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് എന്നതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ റൈസിൻ്റെ കളറാണ്, ഒരു ബ്ലൂയിഷ് കളറാണ്. മറ്റേ ഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കണമായിരിക്കും ചിലപ്പോൾ, മേ ബി. പിന്നെ സൈഡിൽ ഈ കോക്കനട്ടും കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ ഒരു സംഭവമില്ലേ, അതങ്ങോട്ട് ഒഴിച്ചു എടുത്തു. കേട്ടോ, നല്ല ഈസ്തറ്റിക് ആയിട്ടുള്ള പ്ലേറ്റിങ്ങും രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് കഴിച്ച് നോക്കി. പൊതുവേ എനിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഫാനൊന്നുമല്ല കേട്ടോ. എനിക്കറിയില്ല എന്താ, അത് ഞാൻ മാംഗോ കഴിക്കാൻ വേണ്ടി മാത്രമാണ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുന്നത്. എനിക്ക് അത് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല. ഇറ്റ് വാസ് ഓക്കെ. ഈ മാംഗോ ഭയങ്കര പുളിയായിരുന്നു ഒന്നാമത്തെ കാര്യം. പ്ലസ് ആ റൈസ് കുക്ക് ചെയ്തേക്കുന്ന എന്തോ അത് ശരിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കഴിച്ചേക്കണം ദുബായിൽ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ. ആ മാംഗോ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് കഴിച്ചതാണ് കേട്ടോ. അതും ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരുന്നു. ദാറ്റ് വാസ് റിയലി ഗുഡ്. എനിക്കിഷ്ടമായി. ബട്ട് ഒരു ഫാനായിട്ട് ഞാൻ മാറിയിട്ടില്ല. സോ കുമാരിക്ക് കുറച്ചും കൂടി ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ പിന്നെ കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മട്ടിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ നിർത്തി. അവളത് ഫുഡും കഴിച്ചു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ്, ഇത് സൺഡേ ആണ് കേട്ടോ. ഒരു സൺഡേ ഈവനിങ് അല്ല, ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. കോറൽ റീഫ് കൊച്ചിയിലാണ് കേട്ടോ ഷൂട്ട് വന്നത്. അപ്പോൾ അവിടുത്തെ ബുഫേ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. എൻ്റെ ക്യാമറാമാനോൻ ആദർശുണ്ട്, അവനിരുന്ന് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത്ര നേരം ലോബിയിൽ വെയിറ്റ് ചെയ്യണമായിരുന്നു. രേഷ്മയും കൂടി വരാനുണ്ടായിരുന്നു. കുറേ ക്ലിപ്സൊന്നും എടുത്തില്ല. ഇത് അവനെടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഐറ്റംസാണിത്. ഇതിനെന്താ റസ്മലായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്ലസ് ജിലേബിയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ ക്ലിപ്സാണ് ആഡ് ചെയ്തത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഇതിന് എനിക്ക് വേണേൽ ഒരു പ്രാവശ്യം എടുത്തോളൂ കേട്ടോ. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് പിന്നെ അത് കഴിക്കണമായിരുന്നു തോന്നി. ഞാൻ പിന്നെ കുറച്ച് ഫുഡ് ഇവിടെ നിന്ന് ട്രൈ ചെയ്തോളൂ. വയറ് നിറച്ചൊന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാനും രേഷ്മയും കൂടി ഒരു ഇൻട്രോ വീഡിയോ പോലെ എടുക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ് ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്. പിന്നെ അവിടെ ലൈവായിട്ട് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം എൻജോയ് ചെയ്തു. ഞാനിവിടെ ഒരു ബ്രഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ പോയാലും ഫുഡ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ എടുത്ത മിക്ക സാധനങ്ങൾക്കും ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു. ഡെസേർട്ട്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ജലേബി ഭയങ്കര ക്രിസ്പി ആൻഡ് എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു ബുഫേയിൽ പോയിട്ട് ഇത്രയും ഫുഡ് എൻജോയ് ചെയ്യുന്നത് ഞാൻ ഹോളിഡേയിലൊക്കെ പോയിട്ടുണ്ട്. ഐ ഹാവൻ റിയലി ഫെൽറ്റ് ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. പക്ഷേ എനിക്ക് വിചാരിക്കുന്നു ഇനിയും ഇവിടെ വന്ന് ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ് ഹിയർ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഞാൻ തിരിച്ച് തൃശ്ശൂരേക്ക് വന്നു. അങ്ങനെ എൻ്റെ ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ. സോ ദിസ് ഇസ് മൈ വീക്കെൻഡ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ഹാവിൻ സബ്സ്ക്രൈബ് ഹിയർ ടു മൈ ചാനൽ പ്ലീസ് ഡു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.